ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ ഒരു പെർഫെക്റ്റ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ട്. ഇപ്പം സമ്മറൊക്കെ ആണല്ലോ വരാൻ പോകുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ ഒരു നല്ല തണുത്ത ഫ്രൂട്ട് സലാഡ് ആർക്കായാലും ഇഷ്ടമാകും. ഇടയ്ക്കൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പം പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡ് നല്ല സ്മൂത്ത് ആണല്ലോ, നല്ല ക്രീമി ആണല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? ഒത്തിരി വലിയ ടിപ്സ് ഒന്നുമില്ല, എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ 1/2 ലിറ്റർ പാല് കൊണ്ടുള്ള ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. 1/2 ലിറ്ററിനകത്ത് 400 ml നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഒഴിക്കണം. 100 ml ഒരു കപ്പിലോട്ട് മാറ്റി വെക്കുക. ഇനി ഈ 400 ml ബോയിൽ ചെയ്യാൻ പോകുന്ന മിൽക്കിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം. ഒരു കണക്ക് പറയുകയാണെങ്കിൽ 100 ml ഒരു ടേബിൾ സ്പൂൺ. നമ്മളിപ്പോൾ 500 ml പാലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, വലിയ സ്പൂണിന് 5 സ്പൂൺ പഞ്ചസാര. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 100 ml മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. ഏത് ബ്രാൻഡ് കസ്റ്റാർഡ് പൗഡറും യൂസ് ചെയ്യാം. ഇവിടെ വാനില ഫ്ലേവറുള്ള ഒരു കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് ആയാലും സാരമില്ല. അഥവാ കോൺഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിക്കേണ്ടി വരും. പിന്നെ ആർട്ടിഫിഷ്യൽ കളറും യൂസ് ചെയ്യണം. റെഡിമെയ്ഡ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പാല് കാച്ചാൻ വെക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ആ പടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മിൽക്ക് നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഉടൻ തന്നെ നമ്മൾ ഒരു തവി വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഈ കസ്റ്റാർഡിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുമ്പം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ മീഡിയത്തിലോട്ട് മാറ്റി വെച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് കുറുകി വരുമ്പോൾ മാറ്റി വെക്കണം. നമ്മൾ കസ്റ്റാർഡ് പേസ്റ്റ് ഒഴിച്ച് കഴിയുമ്പോൾ അതൊന്ന് നന്നായിട്ട് കുറുകും. അപ്പോഴേ നമ്മളങ്ങ് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി തിളയ്ക്കണം കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ഒഴിച്ച പാല് ബോയിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒത്തിരി നേരം കുറുക്കിയെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചേർത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തിക്കായിട്ടുള്ള നമുക്ക് മിൽക്ക് കിട്ടുന്നതാണ്. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കണം. അതിന് വേണ്ടി ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു സിറാമിക് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ പെട്ടെന്ന് തണുത്ത് കിട്ടുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. അവിടെ ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതിയാവും. അല്ലെങ്കിൽ നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2-3 മണിക്കൂർ തണുത്ത് കിട്ടാനായിട്ട് എടുക്കും. ആ സമയം കൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഏത് ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. എന്നാൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ പറഞ്ഞു തരാം, അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ ആപ്പിൾ എടുത്തിട്ടുണ്ട്, സ്ട്രോബെറി, കിവി, ചിക്കു, മുന്തിരിങ്ങ, പഴം, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ ഒരേ സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ കളറിലുള്ള ഫ്രൂട്ടും കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ 4-5 കളറിൽ ഫ്രൂട്ടുണ്ട്. പച്ച മുന്തിരി എടുത്തിട്ടില്ല, കാരണം നമുക്ക് പച്ച കളറിലുള്ള കിവി ഉണ്ടല്ലോ. പഴം എടുത്തിട്ടുണ്ട്. ഇത് റോബസ്റ്റ പഴമാണ്. ഇതിനകത്ത് കദളിപ്പഴം അങ്ങനത്തെ പഴമൊന്നും ഇടരുത്. റോബസ്റ്റ അല്ലെങ്കിൽ പൂവൻ, ഞാലിപ്പൂവൻ, ഇത്രയും പറ്റത്തുള്ളൂ. മറ്റേതിൻ്റെയൊക്കെ ഫ്ലേവർ ഫ്രൂട്ട് സലാഡിൽ വരും. പിന്നെ ഇതിൻ്റെ കൂടെ ഇനി മാങ്ങ, ഒരു നല്ല ഫ്രൂട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പൈനാപ്പിള്, പപ്പയ, വാട്ടർമെലൻ, മസ്ക് മെലൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറും, ആപ്പിളിൻ്റെയും പഴത്തിൻ്റെയും ഒക്കെ. അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് അന്നേരം തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണം.
നമ്മൾ വാട്ടർമെലനൊക്കെ ആഡ് ചെയ്യാത്തത്, വാട്ടർമെലൻ ആഡ് ചെയ്താൽ നമ്മുടെ ക്രീമി ടെക്സ്ചറൊക്കെ മാറിയിട്ട് വാട്ടറി ആയി പോകും നമ്മുടെ ഫ്രൂട്ട് സലാഡ്. അതുപോലെ തന്നെ പൈനാപ്പിൾ ആഡ് ചെയ്താൽ അത് കുറച്ച് കയ്പുണ്ടാക്കും ഫ്രൂട്ട് സലാഡിന്. അതുകൊണ്ട് നമ്മളിതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് കസ്റ്റാർഡിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനകത്തേക്ക് കസ്റ്റാർഡ് ഇടരുത്. കസ്റ്റാർഡിനകത്തേക്ക് വേണം ഫ്രൂട്ട്സ് ഇടാനായിട്ട്. കാരണം നമുക്ക് ഈ കസ്റ്റാർഡിന് പറ്റിയ അളവിലുള്ള ഫ്രൂട്ട്സ് വേണമല്ലോ ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ചിലപ്പം കൂടുതൽ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരിക്കാം. അതിലോട്ട് നമുക്ക് അങ്ങോട്ട് കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മതിയാകാതെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എല്ലാത്തരം ഫ്രൂട്ട്സും ഇട്ട് കൊടുത്ത് ഇളക്കി നോക്കുക. എല്ലാ ഫ്രൂട്ടും നെകയ്ക്ക് കസ്റ്റാർഡ് വരണം. അങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ തന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാതെ മേളിൽ കൂടെ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഒരു ചെറിയൊക്കെ വെച്ച് കുറച്ചും കൂടെ നമുക്ക് ഭംഗിയാക്കാം. ഇത് നമ്മളൊരു സ്മൂത്തായിട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലർക്ക് ഇതിൻ്റെ കൂടെ കാഷ്യൂ, ബദാം, പിസ്ത ഇതൊക്കെ ഇടുന്ന ഇഷ്ടമാണ്. എന്നാൽ ഒരു ഒറിജിനൽ ഫ്രൂട്ട് സലാഡ് അതൊന്നും ഡ്രൈ ഫ്രൂട്ട്സ് ഇടാതെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മുടെ ഗസ്റ്റ് പല കാറ്റഗറിയിലുള്ളവരായിരിക്കും. പല്ലില്ലാത്ത അപ്പച്ചന്മാരും പല്ലില്ലാത്ത കൊച്ചു പിള്ളേരും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഗസ്റ്റുകളൊക്കെ അനുസരിച്ച് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇടാം. അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വേനൽക്കാലത്ത് കുറച്ച് ദിവസങ്ങളിലെങ്കിലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. എല്ലാത്തരം ഫ്രൂട്ട്സും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് ടിപ്സിനോട് ചേർത്ത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് സമയത്ത് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.